നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഭരണ സഖ്യത്തിൽ സീറ്റ് വിഭജന തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയുടെ മുതിർന്ന നേതാവിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. NCP അജിത് പവാർ വിഭാഗം ഈ ആവശ്യം തന്നെയാണ് ഇവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണസഖ്യത്തിൽ നിന്നും തങ്ങൾ പുറത്തു പോകും, തങ്ങൾ പിന്മാറും എന്നുള്ള ഭീഷണി കൂടി അജിത് പവാറും കൂട്ടരും മുഴക്കിയിട്ടുണ്ട്. പവാർ കുടുംബത്തിന് സ്വാധീനമുള്ള ബാരാമതി സീറ്റിനെ ചൊല്ലിയാണ് ഇത്ര വലിയ ഒരു തർക്കം അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗത്തിന്റെ മുതിർന്ന നേതാവായ വിജയ് ശിവ്താരെ ബാരാമതിയിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും തുടക്കമായത്. നേരത്തെ ബാരാമതി മണ്ഡലത്തിൽ നിന്നും മത്സരത്തിന് ഇറങ്ങുക അജിത് പവാറിന്റെ ഭാര്യയായ സുനേത്ര പവാർ ആയിരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ തീരുമാനം പാർട്ടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. NCP ശരത് പവാർ വിഭാഗം സുപ്രിയ സുലെയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ NCPക്ക് വലിയ സ്വാധീനമുള്ള ബാരാമതിയിലേക്ക് ശിവസേന ഷിൻഡെ വിഭാഗം കടന്നു വന്നതാണ് ഈ അജിത് പവാറിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഒരു ഡസനോളം സീറ്റുകളിൽ തർക്കം തുടരുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ NDA മുന്നണിയിലെ ഈ സീറ്റ് തർക്കം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. 6ഓളം സീറ്റുകളിൽ ശിവസേന ഷിൻഡെ വിഭാഗവും BJPയും തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നതെങ്കിൽ ബാക്കി സീറ്റുകളിൽ ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ പ്രതിനിധീകരിക്കുന്ന കല്യാണാണ് ഈ തർക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് എന്ന് പറയപ്പെടുന്നത്. ഭരണമുന്നണിയിൽ മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയിലും സീറ്റ് തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാവികാസ് അഘാടി സഖ്യത്തിൽ തലവേദന തുടരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ വഞ്ചിത് ബഹുജൻ അഘാടി തലവൻ പ്രകാശ് അംബേദ്കർ ഞായറാഴ്ച ശിവസേന ഉദ്ധവ് വിഭാഗവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു. കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് അനുവദിക്കണമെന്നും ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അന്ത്യശാസനം എന്ന നിലയ്ക്ക് ഇന്നുകൂടി മാത്രമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ശിവസേന ഉദ്ധവ് വിഭാഗവുമായി ചേർന്നുകൊണ്ട് ഭീം ശക്തി ശിവശക്തി സഖ്യം ഇവർ രൂപീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മഹാരാഷ്ട്രയിൽ BJPക്കും കോൺഗ്രസിനും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ സഖ്യകക്ഷികൾ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തും ഇല്ലാത്തവണ്ണം പല പാർട്ടികൾ പിരിഞ്ഞുകൊണ്ട് ഓരോ നേതാക്കളും ഭരണമുന്നണിയിലും പ്രതിപക്ഷത്തുമായി അണിനിരക്കുന്ന ഒരേ ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന ചർച്ചകൾ അത്ര വേഗത്തിലൊന്നും അവസാനിക്കാനും പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.